വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഇനി ES6ലുള്ള മറ്റൊരു സിന്റാക്സ് ആണ് ഡീസ്ട്രക്ചറിങ്. അറേസിന്ന് ഡീസ്ട്രക്ചർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന, നമ്മൾ നേരത്തെ സ്പ്രെഡ് ഓപ്പറേറ്റർ ഉണ്ട്, ട്രിപ്പിൾ ഡോട്ട് ഇട്ടിട്ട് അതിന്റെ എലമെന്റ്സ് ഒക്കെ നമ്മൾ അതിൽ നിന്ന് പെറുക്കിയിട്ട് മറ്റൊരുത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ട്രിപ്പിൾ ഡോട്ട് ഇടാം. അതേപോലെ തന്നെയുള്ള മറ്റൊരു ഓപ്പറേറ്റർ ആണ് ഡീസ്ട്രക്ചറിങ്, മറ്റൊരു ഫംഗ്ഷൻ ആയിട്ടാണ് ഡീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു അറേഞ്ച് ഇവിടെ 1 2 3. അപ്പൊ അതിലുള്ള ഓരോന്നും നമുക്കൊരു വേരിയബിളിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റ് ഓഫ് എന്നിട്ട് ബ്രാക്കറ്റിലൂടെ ഒരു വേരിയബിളിന്റെ പേരെടുത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നിട്ട് ഈക്വൽ ടു നമ്പേഴ്സ്. അപ്പൊ എന്ത് നമ്പേഴ്സിലുള്ള ഫസ്റ്റ് ഐറ്റം ഈ ഫസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഒരു കോൺസ്റ്റ് ഫസ്റ്റ് ഈക്വൽ ടു നമ്പേഴ്സ് ഓഫ് 0 എന്ന് കൊടുക്കുന്നതിന് ഈക്വൽ ആണത്. സെക്കൻഡ് എന്ന് പറയുന്നത് 2 അതിലേക്ക് സ്റ്റോർ ചെയ്യും, 3 തേർഡിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പൊ നമ്മൾ ഓരോ ലൈനായിട്ട് കോൺസ്റ്റ് ഫസ്റ്റ് ഈക്വൽ ടു നമ്പേഴ്സ് ഓഫ് 0, കോൺസ്റ്റ് സെക്കൻഡ് ഈക്വൽ ടു നമ്പേഴ്സ് ഓഫ് 1, കോൺസ്റ്റ് തേർഡ് ഈക്വൽ ടു നമ്പേഴ്സ് ഓഫ് 3 എന്ന് പറയുന്നത് കൊടുക്കുന്നതിന്റെ നേരെ സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഫോമാണ് ഇത്. ഇതിന് പറയുന്ന പേരാണ് അറേ ഡീസ്ട്രക്ചറിങ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ES6ലാണ്. നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ ഒഫീഷ്യൽ നെയിം ആണല്ലോ എക്മാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ES എന്ന് പറയുന്നത്. ഇനി ഒബ്ജക്റ്റ് ആണെങ്കിലോ ഡീസ്ട്രക്ചർ ചെയ്യുന്ന അതേപോലെ തന്നെ ഒബ്ജക്റ്റ് നമുക്ക് ഡീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. അത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു പേഴ്സൺ ഉണ്ട്, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഏജ് എന്ന ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് എന്നുള്ള ഒരു ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിം മാത്രം നമുക്ക് എടുക്കണം. അപ്പൊ അതിനെന്താണ് ചെയ്യുക? ഫസ്റ്റ് നെയിം കോൺസ്റ്റ് കേളി ബ്രേസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഈക്വൽ ടു പേഴ്സൺ. അപ്പോൾ പേഴ്സണിലുള്ള ഫസ്റ്റ് നെയിം എന്ത് ചെയ്യും? ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. പേഴ്സണിലുള്ള ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്യും. ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചർ ചെയ്യുന്നത്. ഇതേപോലെ അറേ നമ്മൾ സ്പ്രെഡ് ചെയ്ത പോലെ തന്നെ ഈ ഒരു ഒബ്ജക്റ്റുള്ള ഐറ്റംസ് ഒക്കെ വേറൊരു ഒബ്ജക്റ്റിലേക്ക് എടുക്കണം എന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് ലെറ്റ് എ ഈക്വൽ ടു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൽ എന്താണുള്ളത്? ഡിസ്റ്റൻസ് 5 എന്നാണ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് നമുക്ക് ഈ ഒരു പേഴ്സന്റെ ബാക്കി ഫീൽഡുകൾ കൂടെ വരണം. അപ്പൊ ഇത് അവിടെ കോപ്പി ചെയ്തിടുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ആ ഒരു ഒബ്ജക്റ്റിന്റെ പേര് ട്രിപ്പിൾ ഡോട്ട് ഇട്ടിട്ട് കൊടുക്കാം. പേഴ്സൺ കൺസോൾ ഡോട്ട് ലോഗ് എ കൊടുക്കാം. കൺസോൾ ഡോട്ട് ലോഗ് എ. അപ്പൊ എയിൽ എന്ത് ചെയ്തു? ഏജ് വന്നു, ഡിസ്റ്റൻസ് വന്നു, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം വന്നു. ആ ഓർഡറിൽ, ആൽഫബറ്റിക് ഓർഡറിലാണ് ആ ഒരു ഒബ്ജക്റ്റ് വരിക. നമ്മൾ ഡിസ്റ്റൻസ് ആദ്യം ആണുള്ളതെങ്കിലും ആൽഫബറ്റിക് ഓർഡറിലാണ് വരിക. അപ്പൊ എന്ത് ചെയ്തു? ഈ ഒബ്ജക്റ്റിലുള്ള ഫീൽഡുകളും വന്നു, അതേപോലെ തന്നെ നമ്മൾ കൊടുത്ത എക്സ്ട്രാ ഫീൽഡ്. അപ്പോൾ ഒന്നിലധികം ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ പറ്റും.